ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ നിന്ദ്രസീർ നെടുമര നായനാരെ കുറിച്ചും മങ്കയാർ കരസിയാരെ കുറിച്ചും മനസ്സിലാക്കാം. പാണ്ഡ്യദേശത്തെ കൂൺ പാണ്ഡ്യൻ മധുരയിലെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ഒരു കവിയും കൂടായിരുന്നു. തമിഴ് കവികളെ സംരക്ഷിക്കാൻ എന്നും അദ്ദേഹം ഉത്സുകനായിരുന്നു. ഒരു തമിഴ് സംഘം തന്നെ അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു മങ്കയാർ കരസിയാർ. മന്ത്രിയുടെ പേര് കുലച്ചിറൈ നായനാർ. തിരുജ്ഞാന സമ്പന്നരെ മനസ്സിലാക്കുമ്പോൾ നാം ഇവരിലൂടെയും കടന്നുപോയി. ജൈനമതത്തിന്റെ സ്വാധീനത്തിന് കൂൺ പാണ്ഡ്യൻ ഇരയായി. ശൈവമതം നശിക്കരുതെന്ന് രാജ്ഞിക്കും മന്ത്രിക്കും നിർബന്ധവും ഉണ്ടായിരുന്നു. സമ്പന്നർ മധുരയിൽ വന്ന് നഗരത്തിന് പുറത്ത് താമസിച്ചപ്പോൾ രാജ്ഞി മന്ത്രിയെ പറഞ്ഞുവിട്ടു കൂട്ടിക്കൊണ്ടുവരാൻ. അതുപ്രകാരം മന്ത്രി അദ്ദേഹത്തെ ക്ഷണിച്ചു. ഒരുപാട് പ്രതിസന്ധികൾ സമ്പന്നർക്ക് നേരിടേണ്ടി വന്നു. ഒരു ദിവസം രാജാവിന് പെട്ടെന്ന് അസുഖം പിടിപെട്ടു. സമ്പന്നർ ഒരു ഗാനം പാടി. അതോടെ രാജാവിന്റെ അസുഖം മാറി. കൂന സുഖപ്പെട്ടു. എരിച്ചിലും വേദനയും മാറി. അതോടെ രാജാവും ശൈവമതത്തിലേക്ക് തിരിച്ചു വന്നു. അന്നു മുതൽ അദ്ദേഹം നിന്ദ്രസീർ നെടുമര നായനാർ എന്ന പേരിൽ അറിയപ്പെട്ടു. കാരണം കൂന അപ്രത്യക്ഷമായി നിവർന്നു നിന്നു. തുടർന്ന് പാണ്ഡ്യരാജാവ് തിരുനെൽവേലിയിൽ വെച്ച് വടക്കൻ രാജാക്കന്മാരെ തോൽപ്പിച്ച് അവിടെ ശൈവമതം പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയ്ക്കും രാജ്ഞിയും മന്ത്രിയും കൂടെ ഉണ്ടായിരുന്നു. 3 പേരും സമ്പന്നരെ ഗുരുവായി ആരാധിച്ചു. അതിലൂടെ 3 പേരും മഹാദേവന്റെ പ്രീതിക്ക് പാത്രമായി. ഓം ശിവശക്തൈക രൂപിണ്യൈ നമഃ. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.